കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ വിചാരിച്ചത് സാധിച്ചെടുത്തല്ലോ. അതെ, പിന്നല്ലാതെന്താ. തരൂ. ഈ സഞ്ജീവ് മണിയുടെ ശക്തി മുഴുവനും ഇനി എനിക്ക് സ്വന്തമാവുകയാണ്. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഇപ്പൊ ഇത് എത്രമാത്രം പ്രകാശിക്കാൻ പോകുന്നു എന്ന് നീ തന്നെ നോക്കിക്കോ. Tabak. Claim. Dazak. ഈ മാണിക്യം എനിക്ക് സ്വന്തമായി കഴിഞ്ഞു. അപ്പൊ ഈ മാണിക്യത്തിന്റെ ശക്തിയും എനിക്കല്ലേ സ്വന്തമാക്കേണ്ടത്? അമ്മേ, 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 അമ്മേ. ഇതിന്റെ മർമ്മം എന്താണെന്ന് പറയൂ അമ്മേ. ഈ സഞ്ജീവ് മണി എന്റെ കയ്യിൽ വന്നു ചേർന്നല്ലോ. അപ്പൊ ഇതിലുള്ള അപൂർവമായ ശക്തിയും എനിക്ക് ചേരണ്ടേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തോൽവിയും എനിക്ക് സംഭവിക്കില്ല. ആഗ്രഹിച്ചതെല്ലാം എനിക്ക് പെട്ടെന്ന് സാധിക്കാൻ കഴിയും. പക്ഷേ എന്താണ് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മാണിക്യം പ്രകാശിക്കാതിരിക്കുന്നത്? ഞാൻ അങ്ങേ വിളിച്ചത് അങ്ങയുടെ ചിരി കണ്ട് മതിമറന്ന് പോകാൻ വേണ്ടിയല്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം വേണം. ഉത്തരം പറയൂ അമ്മേ. അപൂർവമായ സഞ്ജീവ മാണിക്യം നിന്റെ കയ്യിൽ എത്തിച്ചേർന്നത് കൊണ്ട് മാത്രം അതിന്റെ ശക്തി നിനക്ക് ലഭിക്കയില്ല. ആ മാണിക്യത്തിന് നിനക്ക് പോലും അറിയാത്ത ഒരു സവിശേഷതയുണ്ട്. ആ വിശേഷ ശക്തി എന്താണ്? പൗർണമി ദിവസത്തിൽ നിലാവ് വെളിച്ചം ആ മാണിക്യത്തിൽ പതിക്കുമ്പോൾ മാത്രമേ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തികളെല്ലാം അങ്ങനെ തന്നെ പുറത്തു വരൂ. ആ സമയം നീ എന്താവശ്യപ്പെട്ടാലും നിനക്കത് ലഭിക്കും. ആ സമയത്ത് മാത്രമേ അതിലുള്ള ശക്തി നിനക്ക് സ്വന്തമാകൂ. അതുവരെയും അതിനുള്ളിലുള്ള ഒരു ശക്തിയും പ്രവർത്തിക്കുകയില്ല. പൗർണമി നാളാകുന്നത് വരെ ആ മാണിക്യം നീ സൂക്ഷിച്ചു വെക്കണം. പൗർണമി നാളിൽ നീ ആഗ്രഹിക്കുന്ന വിജയം നിനക്ക് സ്വന്തമാകും. എന്താ സംഭവിച്ചത്? ഈ ശക്തി നമുക്ക് സ്വന്തമായി തീരണമെങ്കിൽ
കാത്തിരിക്കേണ്ടതുണ്ട്. ഈ മാണിക്യം ഇങ്ങനെ അശ്രദ്ധമായിട്ട് വെച്ചിരുന്ന എന്റെ അനിയന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണോ ഈ മാണിക്യം എടുത്തത്, അതുപോലെ പൗർണമിക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോവും. ഒരു പ്രാവശ്യം നീ അതൊന്ന് തൊട്ടു നോക്ക്. ആ, തൊട്ടു നോക്ക്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കുട്ടി, തൊട്ടു നോക്ക്. ഈ മാണിക്യം മോഷ്ടിക്കുന്നത് എങ്ങനെയാണ്? സ്പർശിക്കാൻ പോലും ആരെക്കൊണ്ടും സാധിക്കാത്ത കാര്യം. ആ അളവിൽ ഞാൻ അഷ്ടദിക് ബന്ധം പൂജിച്ചിരിക്കുകയാണ്. എന്താ മനസ്സിലായോ? നീ അത് തൊടുന്നതിന് മുമ്പ് തന്നെ വലിച്ചെറിയപ്പെട്ടു. ആരെങ്കിലും എപ്പോഴെങ്കിലും അതിൽ തൊടുകയാണെങ്കിൽ പിന്നെ നേരെ പരലോകത്തെത്തും. നീ പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് മാണിക്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിന്റെ കയ്യിൽ അത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ കുട്ടി, പോയിട്ട് വാ. വീരഭദ്രനെ സഹായിക്കാമെന്ന് പറഞ്ഞ് വാക്ക് നൽകിയതാണ്. അവനെ നീ ചതിക്കുകയാണ് ചെയ്തത്. നിന്റെ സഹോദരന്റെയും ഭവാനിയുടെയും കല്യാണം നടത്താൻ ഏർപ്പാട് ചെയ്തു. പിന്നീട് നീ മറ്റൊരു സഹായത്തോടു കൂടി ഉറപ്പായി നീ ആ അമ്പലത്തിൽ പ്രവേശിക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? നിന്റെ ലാഭത്തിനു വേണ്ടി ആരെയും ചതിക്കാൻ മടിയില്ലാത്തൊരു മനസ്സാണ് നിന്റേതെന്ന് എനിക്കറിയാം. മാണിക്യം നീ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് കൊണ്ട് നിന്നെ വിശ്വസിക്കുവാൻ മാത്രം ഞാനൊരു വിഡ്ഢിയല്ല കുട്ടി. ആ വീരഭദ്രന് നൽകിയ വാക്ക് കാരണം നിന്റെ സഹോദരനെ ഉറപ്പായും കൊന്നേ മതിയാകൂ. ഉറപ്പായും കൊന്നേ മതിയാകൂ. ഉറപ്പായും കൊന്നിടും. അനിയ, അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേഗം അകത്തേക്ക് വാ. കഴിഞ്ഞു സാർ. ആ, ബ്രദർ, എന്താ പരിപാടി? ഫ്ലവർ ഡെക്കറേഷന് വേണ്ടി പേപ്പർ പീസ് കട്ട് ചെയ്യാണ് ബ്രദർ. ഗുഡ്. കുറച്ച് കൂടുതൽ കട്ട് ചെയ്തോ, അവരുടെ റൂമിൽ കൂടെ വെക്കാം. ആ ഉജയ്, നീ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യട്ടോ. ശരി അച്ഛാ. അമ്മാവ, എല്ലായിടത്തേക്കും ഒരു കണ്ണു വേണേ. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. പ്രധാന കാര്യം നീ നോക്കിക്കോ. എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമ്മാവ. ലക്ഷ്മി, ഇന്നതാ ഇത് പിടിച്ചോളൂ. പെട്ടെന്ന് മാല കെട്ട്. പെട്ടെന്ന് പോയി കെട്ടിയിട്ട് വാ. ആ, ദേ നോക്കി. അതങ്ങനെയല്ല, ദേ ഇങ്ങനെ കേട്ട്. ആ, നിങ്ങളെ കാത്തിരുന്നത്. ദേ ആ പാത്രങ്ങൾ അവിടെ വെച്ചോ. ആ, നിക്ക് 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 മോനെ, അത് മണ്ഡപത്തിൽ വെക്കാനുള്ള പാത്രങ്ങളാ, പുറത്തൊന്നും വെക്കാൻ പാടില്ല. നിങ്ങളത് അകത്തേക്ക് കൊണ്ടുപോവാ. അകത്തേക്ക് കൊണ്ടുപോ. പെട്ടെന്ന് ചെല്ല്. ആ, എടാ സുരേഷ്, നീ ആ പാചകക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞ് അങ്ങ് എത്തിച്ചു കൊടുക്കണേ. കൊണ്ടുപോവാ. ശ്രദ്ധിച്ച്. അതാ മൂലയിലോട്ട് സൂക്ഷിച്ചു വെക്ക്. ശരിയമ്മ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പതുക്കെ വെക്കണേ. കൗസല്യേ, മോളെ കൗസല്യേ, ഇങ്ങോട്ട് വാ മോളെ.
മാവും അരിയൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു വെക്കാൻ പറഞ്ഞു. ചെയ്തായിരുന്നോ? ആ അതെല്ലാം മല്ലി ചെയ്യുന്നുണ്ട് മുത്തശ്ശി. ആ, ചെയ്യുന്നുണ്ടോ? ശരി. ആ, നിക്ക്, ഞാൻ ദാ വരുന്നു. കൗസല്യേ, ഇങ്ങോട്ട് വാ. താഴെ വെക്കണ്ട, അതാ മേശപ്പുറത്തേക്ക് വെച്ചേക്ക്. ആ, ദാ ഇവിടെ തന്നെ വെച്ചു. പതുക്കെ. നിനക്ക് വിവരമില്ലേ? ഈ കല്യാണ ജോലിയൊക്കെ ആ വേലക്കാരി മല്ലിയെ കൊണ്ടാണോ ചെയ്യിക്കുന്നേ? കുടുംബത്തിൽ ഒരാളെ പോലെ ഞങ്ങൾ മല്ലിയെ കാണുന്നത്. അവൾക്കൊരു വേലക്കാരിയുടെ സ്ഥാനമല്ല ഇവിടെ. ആ, അങ്ങനെ വിചാരിച്ചാ അവള് തല കയറിയിരുന്ന് നിരങ്ങും. അവൾ അങ്ങനെ ഒരാളല്ല. ശരി, ആരെങ്ങനെയായി എനിക്കിപ്പോ എന്താ? ഒന്ന് നോക്കിയേ, ഈ മഞ്ഞളൊക്കെ തേച്ചോണ്ട് എത്ര നാളിങ്ങനെ നടക്കാനാ ഭാവം? എനിക്ക് തോന്നുന്ന അത്രയും കാലം. ഇനി വേണമെങ്കിൽ ഞാൻ വേറെ ഗെറ്റപ്പിലോട്ട് മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില്? ഞാൻ ഈ വീട്ടിൽ ആരോട് എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ളവരെല്ലാം മുളക് കടിച്ചിട്ട് എരിഞ്ഞു നിൽക്കുന്ന ഭാവത്തിലാ നിൽക്കുന്നേ. എന്റെ ഭാഗത്തുനിന്നൊരു ചെറിയ തെറ്റ് പറ്റി പോയത് കൊണ്ട് ഞാനിതൊക്കെ കേട്ടല്ലേ പറ്റൂ. മോളെ സാൻവി, വയസ്സിൽ മൂത്തവരോടെ കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കുക. ക്യാരക്ടർ നല്ലതാണെങ്കിൽ ആർക്കായാലും ഞാൻ ബഹുമാനം കൊടുത്തേനെ അമ്മ. കണ്ണി കണ്ടവർക്കൊന്നും ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ നമ്മളോടുള്ള ബഹുമാനം കൂടെ ഇല്ലാതാവും. എന്നുവെച്ചാ ഞാനത്ര മോശക്കാരിയാണെന്നല്ലേ? വെറുതെ ആരും ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലല്ലോ. നീ ആരാണെന്നുള്ള സത്യം ഇവരെല്ലാം തിരിച്ചറിഞ്ഞുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അടിച്ചിറക്കിയ പോലെ അല്ല നിന്നെ അടിച്ചിറക്കാൻ പോണത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചളയാൻ പറ്റും. അല്ല, അർജുനയും ഭവാനിയും കാണുന്നില്ലല്ലോ. അവർ രണ്ടും എവിടെ പോയതാ? ശകുന്തളെ, ഈ അർജുനും ഭവാനിയും ഇതെവിടെ പോയതാ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അറിയില്ല അമ്മേ. രാവിലെ മുതൽ രണ്ടുപേരെയും കാണുന്നില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. കൗസല്യേ, കൗസല്യേ. എന്താ മുത്തശ്ശി? ഭവാനി അർജുനെ ഇവിടെ കാണുന്നില്ലല്ലോ മോളെ. അവരെവിടെ പോയതാ? അറിയില്ല മുത്തശ്ശി, എന്നോടൊന്നും പറഞ്ഞില്ല. അതെന്താടി നിനക്ക് അറിയാത്തെ? ദേ വന്നല്ലോ രണ്ടാളും. അർജുൻ എവിടെ പോയിരുന്നു? പുറത്ത് ഒന്ന് പോയി നടന്നിട്ട് വരാന്ന് വെച്ച് പോയതാ. നിന്റെ മുഖത്തെന്ത് പറ്റിയതാ? അയ്യോ മോനെ, ദേഹം മൊത്തം മുറിവാണല്ലോ. എന്ത് പറ്റിയതാ? എന്ത് പറ്റിയതാ മോനെ? പറ. അർജുൻ, കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഉണ്ടല്ലോ. എന്താ നീ ഒന്നും പറയാതെ നിൽക്കുന്നേ? എവിടെ പോയതാ? എന്താ പറ്റിയേ? അയ്യോ,
മുത്തശ്ശി ഒന്നുമില്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല മുത്തശ്ശി. ഒരു ചെറിയ മുറിവ്, അത്രേ ഉള്ളൂ. പിന്നെ എന്താടാ ഞാൻ ഈ കാണുന്നേ? അങ്ങനെ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. അർജുൻ, എവിടെയാ വീണത്? മുഖത്തിന് എന്താ പറ്റിയത്? അതളിയ വേറൊന്നുമില്ല. നടന്നപ്പോ ഒരു കല്ലി തട്ടി വീണു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല അളിയ. കാല് വഴുതി വീണാൽ മുഖത്ത് എങ്ങനെ മുറിവ് പറ്റുന്നേ? പറ അർജുൻ, സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഭവാനി, നീയെങ്കിലും ഒന്ന് പറ. ഭവാനി, നിന്റെ കയ്യിലും പാടുണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയത്? അത് പിന്നെ ഏട്ടാ, അതെന്താന്ന് വെച്ചാ ഭവാനി, അത് പിന്നെ അളിയ, അത് ഞാനും ഭവാനി നടന്നു വരുമ്പോ ഒരു കൂട്ടം കഴുകന്മാര് വന്ന് ഞങ്ങൾ ആക്രമിച്ചായിരുന്നു. അർജുൻ, കഴുകൻ നിങ്ങൾ ആക്രമിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഴുകൻ എന്തിനാ ആക്രമിക്കുന്നേ? കഴുകൻ മനുഷ്യരെ ഒന്നും ആക്രമിക്കാറില്ലല്ലോ. അത് പിന്നെ അമ്മ, അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പം നടന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മ? അതൊക്കെ പോട്ടെ, ഭവാനി വാ. അതെ അർജുൻ, ഒന്ന് നിക്കേ. എന്താ അർജുൻ ഇതൊക്കെ വിട്ടുകളയാൻ പറയുന്നേ? അങ്ങനെ വിട്ടുകളയാൻ മാത്രം ഇതെന്താ ഒരു ചെറിയ പ്രശ്നം വല്ലതും ആണോ? നിങ്ങളുടെ കല്യാണം തീരുമാനിച്ച പിന്നെ തുടർച്ചയായിട്ട് അപശകുനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ നിങ്ങളുടെ കല്യാണം എപ്പോ നടക്കുവോ ഇല്ലയോന്ന് എനിക്ക് പേടി തോന്നുവാ. കല്യാണ വീട് മരണ വീടായി പോകുമെന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാവാ. എന്ത് അപശകുനമായി സംസാരിക്കുന്നത്?